എല്ലാവർക്കും നമസ്കാരം. ന്യൂ ആസ്ട്രോ വാസ്തുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രാജേന്ദ്രൻ. ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ സംസാരിക്കുന്നത് രാഹുകാലത്തിനെ പറ്റിയാണ്. ഇതിനു മുമ്പ് ഞാൻ രാഹുകാലത്തിനെ പറ്റി ഒരു എപ്പിസോഡ് ചെയ്തിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം ഇത് കാണുന്നതായിരിക്കും നല്ലത്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഈ എപ്പിസോഡ് നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് തോന്നുകയാണ് ഞാൻ ചെയ്തത് രാഹുകാലത്തിലാണെന്ന് തോന്നുകയാണെങ്കിൽ അതിനെപ്പറ്റി കൂടുതൽ നമ്മൾ ചിന്തിക്കേണ്ട അതിനെപ്പറ്റി. കാരണം രാഹു ഒരാളാണ്. ബാക്കിയുള്ള 8 ഗ്രഹങ്ങളും നല്ല സ്ഥാനത്ത് നിൽക്കുകയാണെങ്കിൽ എന്ന് വെച്ചാൽ മുഹൂർത്ത വിഷയത്തിൽ രാഹുകാലം നോക്കേണ്ടതില്ല. അതുകൊണ്ടാണ് അതിനെപ്പറ്റി നമ്മൾ തെറ്റായിട്ട് ചിന്തിക്കേണ്ട. അതും തെറ്റാണെങ്കിൽ മാത്രം മതി അതിനുള്ള പ്രായശ്ചിത്തം ചെയ്യേണ്ടത്. ഇനി ഞാൻ രാഹുവിനെ പറ്റി ചെറിയ കുറച്ച് വിവരണം തരാം. ന്യൂമറോളജിയിൽ രാഹുവിന് 4 എന്ന് പറയുന്ന സംഖ്യയാണ്. എന്ന് വെച്ചാൽ 4, 13, 22, 31 ഈ ഡേറ്റുകളിൽ ജനിക്കുന്ന ആൾക്കാരെല്ലാം 4 എന്ന സംഖ്യയിലാണ്. എന്ന് വെച്ചാൽ രാഹുവാണ് അവരെ കൺട്രോൾ ചെയ്യുന്നത്. ഈ 4 എന്ന് പറയുന്ന സംഖ്യാശാസ്ത്രത്തിൽ കുറച്ച് നെഗറ്റീവായിട്ടാണ് എല്ലാ ആൾക്കാരും കാണുന്നത്. അതുകൊണ്ട് 4 എന്ന് പറയുന്ന സംഖ്യയെ സൂര്യനാണ് കൺട്രോൾ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ സൂര്യൻ്റെ സംഖ്യ 1. അപ്പോൾ 4 എന്ന് പറയുന്ന സംഖ്യയിൽ ആരെങ്കിലും ജനിച്ചു കഴിഞ്ഞാൽ അവർക്ക് പേരിടുമ്പോൾ 1 എന്ന് പറയുന്ന സംഖ്യയിലായിരിക്കണം അവരുടെ ടോട്ടൽ വാല്യൂ കിട്ടേണ്ടത്. ഒരാൾക്കൊരു പേരിടുമ്പോൾ അയാളുടെ ഡേറ്റ് ഓഫ് ബർത്തും കൂടി നോക്കിയിട്ട് വേണം ഈ പറഞ്ഞ കാര്യങ്ങൾ നോക്കാനായിട്ട്. പിന്നെ രാഹു ജ്യോതിഷത്തിൽ ഗ്രഹനിലയിൽ 3, 6, 11 കൂടാതെ 10 നിന്നാൽ ഏറ്റവും നന്നായിരിക്കും. അതുകൂടാതെ രാഹു നിൽക്കുന്നത് ശുഭ നക്ഷത്രങ്ങളിലാണെങ്കിൽ, ശുഭഗ്രഹങ്ങളുടെ നക്ഷത്രത്തിലാണെങ്കിൽ അതും നന്നായിരിക്കും. പിന്നെ ശുഭഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ നിന്നാലും നന്നായിരിക്കും. ആ ശുഭഗ്രഹങ്ങളുടെ ശക്തി ഈ രാഹു വലിച്ചെടുത്ത് നമുക്ക് തരുന്നതായിട്ടാണ് സങ്കല്പം. അതുപോലെ തന്നെ ശുഭരാശികളിൽ നിന്നാൽ നമുക്ക് നന്നായിരിക്കും. അപ്പോൾ ഈ 3, 6, 11, 10 കൂടാതെ ഇങ്ങനെയും കൂടി നിന്നാൽ നമുക്ക് രാഹുവിനെ പറ്റി നെഗറ്റീവായിട്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ല. കൂടാതെ ഒരു ഗ്രഹനിലയിൽ രാഹു നിൽക്കുന്ന സ്ഥാനമനുസരിച്ച് നമുക്ക് ആ സ്ഥാനത്ത് സ്കിന്ന് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ 1ലാണ് നിൽക്കുന്നത്, ലഗ്നത്തിൻ്റെ കൂട്ടത്തിൽ തന്നെ രാഹു നിൽക്കുകയാണെങ്കിൽ മിക്കവാറും നമ്മുടെ തലയിൽ താരൻ കൂടുതൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ താരൻ തന്നെയല്ല അവിടെ ചൊറി പോലുള്ള, എന്ന് വെച്ചാൽ കൂടുതൽ രൂക്ഷമായ തൊലിപ്പുറത്തുള്ള രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവർ പ്രത്യേകം ശ്രദ്ധിക്കണം. അവർ അതിനുള്ള റെമഡിയും അതേപോലുള്ള ചികിത്സയും തീർച്ചയായിട്ടും അവർ ചെയ്യേണ്ടതാണ്. എൻ്റെ ഈ ചെറിയ സബ്ജക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കണം. എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമസ്കാരം.